ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. മൈദയോ പഞ്ചസാരയോ എണ്ണയോ ഒന്നും ചേർക്കാത്ത ഒരു 4 മണി പലഹാരം. അത് തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കൊഴക്കട്ട. ഒരു ചെറിയ വ്യത്യാസം, ഇതിലോട്ട് ഞാൻ അല്പം ക്യാരറ്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 4 മണി പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് 2 കപ്പ് അരിപ്പൊടി, ഇടിയപ്പത്തിനുള്ള പത്തിരിക്കുള്ള അരിപ്പൊടി വേണം എടുക്കാൻ. പുട്ടിനുള്ള അരിപ്പൊടിയല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അല്പം പോലും തരിയില്ലാത്ത ഇടിയപ്പപ്പൊടി തന്നെ വാങ്ങണം. 2 കപ്പിൽ ഒരല്പം കുറവുണ്ട്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി എടുക്കുക. 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളം. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒരല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രം അത് മാവിലോട്ട് ആഡ് ചെയ്യാം. ആദ്യം പകുതി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് സ്പൂണിട്ട് കിണ്ടി നോക്കണം. അപ്പോൾ നമുക്കറിയാം കുറച്ച് എത്ര കൂടി വെള്ളം ഒഴിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി തികച്ചില്ലാത്തത് കൊണ്ട് എനിക്കൊരല്പം വെള്ളം അധികം വന്നു. ഇപ്പോൾ ചൂടായതുകൊണ്ട് നമുക്ക് കൈ വെക്കാൻ പറ്റില്ല, സ്പൂണിട്ട് വേണം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. അത് തണുക്കാൻ വേണ്ടി നമുക്ക് ഒരറ്റത്തോട്ട് മാറ്റി വയ്ക്കാം. ഒരു 1.25 കപ്പ് ശർക്കര ഉരുക്കാം. അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ ഉരുക്കി അരിച്ചെടുക്കാം. ഇതിലോട്ട് അഴുക്കങ്ങനെയില്ല. അതുകൊണ്ട് 2 സ്പൂൺ വെള്ളം ഒഴിച്ച് ശർക്കര ഒന്ന് ഉരുക്കിയതിന് ശേഷം അതിലോട്ട് നമുക്ക് 2 കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ 2 കപ്പ് ഇട്ട് കൊടുക്കണം. 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് തേങ്ങ. 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുക്കാലോളം ക്യാരറ്റ് കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി കാൽഭാഗം ക്യാരറ്റ് നമുക്ക് മാവിലിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റും തേങ്ങയും കൂടെ ചേരുമ്പോൾ ശർക്കരയ്ക്ക് വെള്ളത്തിൻ്റെ അളവ് വീണ്ടും കൂടും. അപ്പോൾ വെള്ളം വറ്റുന്നത് വരെ നമുക്കിത് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ശർക്കര കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതിനൊന്ന് വെള്ളം വറ്റുന്നത് വരെ ആക്കി കൊടുക്കാം. ഒരുപാട് വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം വറ്റുമ്പോൾ നമുക്കിത് തീ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ മാവിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്ക് വിരവിയെടുക്കാം. ബാക്കി ക്യാരറ്റ് കൂടി ഇതിലോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വിരവിയെടുക്കണം. കുറേ അധികം പ്രാവശ്യം വിരവിയാലേ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് വരുള്ളൂ. ഇനി നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ എനിക്ക് 22 ഉരുളകളാണ് കിട്ടിയത്. കറക്റ്റ് 2 കപ്പ് അരിപ്പൊടി ആയിരുന്നെങ്കിൽ 25 ഉരുളകൾ കിട്ടുമായിരുന്നു. ഒരല്പം കുറഞ്ഞതുകൊണ്ട് എനിക്കിതിൽ 22 ഉരുളകളാണ് കിട്ടിയത്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഉരുളകൾ. ഇനി നമുക്ക് ഈ ഉരുളകളെ പരത്തിയെടുക്കാം. അപ്പോൾ ഇവിടെ ശർക്കര വെള്ളമെല്ലാം വറ്റി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീ അങ്ങ് ഓഫാക്കാം. ഇനി ഇത് വരട്ടേണ്ട ആവശ്യമില്ല. ഉരുളകളെല്ലാം നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വേഗത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. ഒരുപാട് തിന്നാക്കണ്ട, ഒരുപാട് കട്ടി കുറഞ്ഞാൽ ശർക്കര പുറത്തോട്ട് വരും. ഇത്തിരി കട്ടിക്ക് തന്നെ നമുക്ക് ഇതുപോലെ എടുക്കാം. എന്നിട്ടൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഈ മിക്സ് നമുക്ക് ഇതിലോട്ട് ഫില്ല് ചെയ്ത് അടച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കുന്നതിന് ബുദ്ധിമുട്ടാവും. പിന്നെ പൊട്ടിയ ഭാഗത്തൂടെ ശർക്കര പുറത്തോട്ടിരിക്കും. ഇപ്പം അങ്ങനെ തീരെ കുറഞ്ഞ അളവിലല്ല, എന്നാൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമുക്ക് മിക്സ് ഇതിലോട്ട് വെച്ച് ഈ ഉരുളകളെ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഒരു സൈഡ് പോലും പൊട്ടാത്ത വിധത്തിൽ, മിക്സ് പുറത്ത് കാണാത്ത വിധത്തിൽ നമുക്ക് ഈ എല്ലാ ഉരുളകളും മിക്സ് ചേർത്ത് ഉരുട്ടിയെടുക്കാം. then ഇതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള മിക്സ് വേണം ഇതിനകത്ത് ചേർക്കേണ്ടത്. ഒരുപാട് അങ്ങ് കൂടിപ്പോയാൽ നമുക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് പൊട്ടാതെ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ വേണം ഉരുട്ടിയെടുക്കാം. മാവ് കുഴയ്ക്കുമ്പം 1 സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതപ്പോൾ പറയാനും വീഡിയോ പിടിക്കാനൊക്കെ മറന്നുപോയി. അപ്പോൾ മാവ് കുഴയ്ക്കുമ്പം അതിലൊരു സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ഉരുളകളും ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊരു സ്റ്റീമറിൽ വെച്ച് ഒരു 15 മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുത്താൽ മതി. നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ആവി പുറത്തോട്ട് വന്നതിന് ശേഷം പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള കൊഴുക്കട്ട ഒരു 4 മണി പലഹാരം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്.